പവിത്ര മുതലാളി, പവിത്ര മുതലാളി. എന്തുവാ? അതെ, അമ്മ ഇവിടെ വന്നിരുന്നോ? നീ അച്ഛന്റെ മാനം കളഞ്ഞല്ലോടി. എന്താ ഭായി, എന്താ കാര്യം? ഭായിയല്ല, എന്താ കാര്യം എന്ന് എനിക്ക് ഞാൻ പറഞ്ഞു തരണല്ലേ? ഇതെന്താ എല്ലാവരും കൂടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ന് തുടങ്ങി നിന്റെ ഏർപ്പാട്? ഓ, ഇതായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഏർപ്പാട് ഇവിടെ നടന്നിട്ടില്ല. ഈ കൊച്ചു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും സത്യം മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. അമ്മ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് അമ്മുവിന്റെ ഇവിടുത്തെ ആദ്യ രാത്രിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ ആദ്യ രാത്രിയല്ല, ഐ മീൻ ഫസ്റ്റ് നൈറ്റ്. നീ അങ്ങനെ കരക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കാന്ന് വിചാരിക്കണ്ട. ഇവിടെ കണ്ടിട്ടല്ലേ നീ ഇവളുടെ ആങ്ങളുടെ പേര് വെച്ച് ഫാക്ടറി തുടങ്ങിയത്? ഇവിടെ വെച്ചല്ലേ നീ ഇവിടെ സമരം നടത്തിച്ചതും അത് ഒത്തുതീർപ്പാക്കിയതും? അയ്യോ ഭായി, അത് ഞങ്ങൾ തമ്മിൽ ഇത്രയും കാലം നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഭായി, ഞാൻ പറയുന്ന ഒന്ന് നീ വിശ്വസിക്കും. ഒന്നും പറയണ്ട, ഇതൊരു പെണ്ണിന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. അയ്യോ, അതിന് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് കെട്ടിക്കൊണ്ടു കൂടെ പൊറപ്പിക്കണം. അല്ലാതെ ഈ ഏർപ്പാട് ഇവിടെ നടക്കത്തില്ല. അല്ല, അതല്ല ഞാനൊന്നും പോരുത്. കൈയോടെ പിടികൂടിയിട്ട് പിന്നെ ഈ വാദം പറയാൻ വരുന്നോ? അനുജപ്പ, ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ. കണ്ടതിൽ കൂടുതൽ എന്തോ കേൾക്കാനാ? എന്റെ പൊന്നോ, അദ്ദേഹത്തിന് പറയാനൊരു അവസരം കൊടുക്കുന്നേ. പറയാനുള്ളത് ഞാൻ പറയാം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇപ്പൊ ബോധ്യായില്ലേ? ഗോവിന്ദേട്ടാ, നമുക്ക് നാളെ കാലത്ത് തന്നെ ഈ കല്യാണം നടത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ മോക്ക ചീത്ത പേര്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. നിങ്ങൾക്ക് എന്താ അതിൽ കാര്യം? ഇത് അജയന്റെ പെങ്ങളുടെ പ്രശ്നമാണ്. ഈ കരയുടെ അഭിമാന പ്രശ്നം. കെട്ട് കഴിഞ്ഞല്ലാതെ ഇവനെ ഞാൻ അങ്ങ് സമ്മതിക്കരുത്. വിളിച്ചിറക്കട കടക്കാരെ മുഴുവൻ. നല്ല ദിവസം നോക്കിയാണല്ലോ ചാർജ് എടുത്തത്. ഇന്ന് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് പവിത്ര മുതലാളിയുടെ കല്യാണമല്ലേ? മാല